ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭാവി തലമുറയെ കൃഷിയിലേക്ക് ഇറക്കേണ്ടതിന്റെ ആവശ്യകതയും പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് ഫറൂഖ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ രാധാഗോപി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് അമ്പലങ്ങാടി ഒരുമ കർഷക കൂട്ടായ്മയുടെയും ഫറൂഖ് സർവീസ് സഹകരണ ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ 65 സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ രാധാഗോപിയുടെ നേതൃത്വത്തിൽ തൈകൾ നട്ട് ഉദ്ഘാടനം നടത്തി. നമ്മളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം ഉൾക്കൊണ്ട് തരിശായി കിടക്കുന്ന ഭൂമിയെ കൃഷിക്ക് അനുയോജ്യമാക്കിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് കഴിച്ച് രോഗത്തിൽ നിന്ന് മോചനം നേടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ലാഭകരമല്ലാത്തതെല്ലാം നിർത്തുക എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന നയം. അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ അടച്ചുപൂട്ടി, അതുപോലെ തന്നെ കാർഷിക മേഖല മനുഷ്യൻ കൃഷിയിൽ നിന്നും മാറി റിയൽ എസ്റ്റേറ്റിനൊക്കെ തന്നെ ഭൂമി ഉപയോഗപ്പെടുത്തുന്നവർക്ക് ആളുകൾ പോയി. അതിൽ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനും പുതിയ തലമുറയെ കൃഷിയെ സംബന്ധിച്ച് പഠിപ്പിക്കാനും അതിന് താല്പര്യം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറയെ മാറ്റിയെടുക്കാനും വലിയ ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊടുക്കുന്നത്. വാർഡ് കൗൺസിലർ ബിന്ദു PL, ഫറൂഖ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സേതു മാധവൻ, ബാങ്ക് സെക്രട്ടറി NM ഗീത, N പ്രശാന്ത് കുമാർ, ബാങ്ക് ഡയറക്ടർമാരായ ആനന്ദൻ, അരവിന്ദൻ, പ്രവീൺ കൂട്ടുങ്കൽ, ഗോപാലകൃഷ്ണൻ, സുരേഷ് ബാബു, അഭിലാഷ്, ജോർജ് C ജോൺ, നിഖിൽ ബാലഗോപാൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. GST നടപ്പാക്കുന്നതിന് മുൻപ് നികുതി ഘടനയുമായി